എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും പുതിയ സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീനെ കുറിച്ചാണ് കേട്ടോ. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ ഇത് ഞാൻ പഴയത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയത് അതുപോലെ എടുത്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. ആ പേപ്പറും ബാക്കിയുള്ള ഐറ്റംസ് വാങ്ങിച്ചതൊക്കെ അതുപോലെ എടുത്ത് വെച്ചേക്കായിരുന്നു. ഞാൻ ന്യൂസ് പേപ്പർ ഇതായിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിങ്ങനെ മടക്കിയിട്ട് ഗമ്മ് വെച്ച് ഒട്ടിച്ചേക്കാണ്. എന്നിട്ട് സിസേഴ്സ് വെച്ചിട്ട് ആ റൗണ്ട് അത് ശരിക്കും റൗണ്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒരു രൂപത്തിൽ കിട്ടും. ഞാൻ ആ പേപ്പർ വെക്കാനായിട്ട് നീളത്തിലുള്ളൊരു പൈപ്പ് എടുത്ത് അത് നടുവിലൊന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്താട്ടോ. അങ്ങനെ പൊട്ടിച്ചതാണ്. പൊട്ടിച്ച് അത് ഫുള്ളായിട്ട് പൊട്ടിയിട്ടില്ലായിരുന്നു. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ബെൻഡായിട്ട് വളഞ്ഞ് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം അത് നന്നായിട്ട് വെക്കാനായിട്ട് നല്ല സുഖമായിരുന്നു. അത് വെച്ചിട്ട് അത് ഞാൻ ഇതുപോലത്തെ ഈ പച്ച കളറിലുള്ള സംഭവങ്ങളുണ്ടല്ലോ, അത് പലതരം പല തരത്തിലുള്ള ഇതൊക്കെയാണ്. ചിലതിൽ മഞ്ഞ വരുന്നുണ്ട്, പിന്നെ ചിലതിൽ ഒരു ഇടയ്ക്കൊരു കറുത്ത ഇതൊക്കെ വരുന്നുണ്ടാണ് ഡിസൈൻ. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അത് കാണുമ്പോൾ ഓരോന്ന് വാങ്ങിച്ച് കിട്ടുന്നത് വാങ്ങിച്ചതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ക്രിസ്മസിൻ്റെ 2 ദിവസം മുന്നേക്കാണ് പോയി വാങ്ങിച്ചത്. അപ്പോഴേക്കിനൊക്കെ തീർന്നു. അത് കാരണം കിട്ടിയതൊക്കെ വാങ്ങിച്ചതാണ്. അത് നമ്മൾ നീളത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ടു കേട്ടോ. കെട്ടിയിട്ടിട്ട് ഇങ്ങനെ നീളത്തിൽ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരറ്റ എടുത്തിട്ട് ആ പേപ്പറിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് തടഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു കല്ലെടുത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കെട്ടിയിട്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ശരിക്കും അവിടെ നിന്നോളും. ഈ വീഡിയോയിൽ കണ്ടില്ലേ, ഞാൻ ആ പേപ്പറിൻ്റെ അവിടെ മുകളിൽ കുറച്ചൊരു ഹോളാക്കണം കേട്ടോ. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്താൽ ഇതുപോലെ ഇങ്ങനെ എന്നിട്ട് ചുറ്റിച്ചെടുക്കാം. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഞാൻ ചെയ്തിരുന്നപ്പോൾ ലച്ചുമുളക് ഉറക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊന്നും കിട്ടൂല. അത് മുഴുവൻ പിച്ച് ചീന്തിയെടുക്കും. എന്നിട്ട് അത് മുഴുവൻ വായിലിടും. അതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും അവൾ എണീറ്റിട്ടാ. കുറച്ച് സമയം എടുത്തു. പഴയതായിരുന്നുകൊണ്ട് പേപ്പറും ഇതൊക്കെ തട്ടിക്കുട്ടിയൊന്ന് ഇതൊക്കെ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ബോളുകളൊക്കെ എടുത്തിട്ടുണ്ടായി. ബോളുകളും കുറേ ഉണ്ടായിരുന്നു. കുറേയൊക്കെ എവിടെയൊക്കെ ഇവരൊക്കെ കളഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാനൊരു വലിയൊരു ചരട്ടിലായിരുന്നു ഇതാക്കിയത്. അത് ഗ്രീൻ കളറായതുകൊണ്ട് കാണില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അത് ഭയങ്കര ബോറായി. ഞാനത് അഴിച്ചിട്ട് ഞാനിത് നമ്മുടെ സാധാ തയ്യൽ മെഷീൻ്റെ നൂലെടുത്തിട്ടുണ്ട്. ആ നൂലിൽ കെട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചുറ്റിച്ചെടുത്തത്. അത് കഴിഞ്ഞു ഞാനിങ്ങനെ ജസ്റ്റ് വെച്ച്. ഇപ്പോൾ നല്ല ഭംഗിയിട്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലത്തെ ബെല്ല്. ഇത് അതിൽക്ക് നമ്മളെ നൂലിൽ കെട്ടിയിട്ട് ചെയ്യുന്നും വേണ്ട. അങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഇരുന്നോളും. ഇതിൻ്റെ അറ്റത്തൊരു ഇതുപോലത്തെ ഒരു സംഭവമുണ്ട്. എന്താ ഇതൊരു പേപ്പറാണോ എന്തോ സംഭവം. അതിങ്ങനെ വളച്ചാൽ അതിങ്ങനെ വളഞ്ഞിരിക്കും. കുറച്ച് ബലമുള്ളതാണ് കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വളച്ച് വെച്ചാൽ മതി. ശിവദേവി ഞാനെങ്ങനെ ചെയ്യണമെന്ന് നോക്കി നിൽക്കുകയാണ്. അമ്മ കാണിച്ചു തരുമോ, ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണം. കാണിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. ഇത് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ വെച്ചപ്പോൾ ആദ്യം വെച്ചത് വീണു കേട്ടോ. അതൊക്കെ എടുത്ത് അവന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വൈകുന്നേരത്ത് ഞങ്ങൾ ഉണ്ടാക്കണത്. അതുകൊണ്ട് ലൈറ്റൊക്കെ പോയി. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല കൊതുക് കുത്തുണ്ട് കേട്ടോ. ഇത് ബെല്ലൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ ഇനി LED ബൾബ് ഉണ്ടാകും, മാല ബൾബ്. അത് അങ്ങനെ ചുറ്റിച്ചെടുക്കട്ടെ. അതൊക്കെ നമ്മുടെ ഐഡിയ പ്രകാരം ചെയ്യാം. നീളത്തിൽ വെക്കണതാക്കി വെക്കണം. ലാസ്റ്റ് ശിവദേവ് മുകളിലൊരു സ്റ്റാറും കൂടി വെച്ചതോടു കൂടി ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ശിവദേവിനെ കുറച്ച് നേരത്തേക്ക് പിന്നെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ കാണാനില്ല. ഞാനിത് വെച്ച് നോക്കി വന്നപ്പോഴേ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ കേട്ടോ, വീഡിയോ. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് ട്രീയുടെ പരിപാടി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ സ്റ്റാറും പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ. ടാറ്റാ.